Hi students, welcome to Competitive Cracker. എൻ്റെ പേര് അർജുൻ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നെറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം നെറ്റ് എക്സാംസ് വരാൻ പോവാണ് ഡിസംബർ മാസത്തിലെ, അതായത് ഡിസംബർ മാസത്തിലെ എക്സാം നടക്കാൻ പോകുന്നത് ജനുവരിയിലാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവർ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റാണ് റിസർച്ച് ആൻഡ് മെത്തഡോളജി എന്നുള്ള യൂണിറ്റ്. അതിൽ കാരണം നമുക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും റിസർച്ചുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പേപ്പർ 1ലും പേപ്പർ 2ലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് റിസർച്ച് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്, അതായത് ടൈപ്സ് ഓഫ് റിസർച്ച്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നോക്കാം, ടൈപ്സ് ഓഫ് റിസർച്ച് ഏതൊക്കെയാണെന്നുള്ളതാണ്. കാരണം പരീക്ഷകളിൽ ഒരുപാട് തവണ ഈ എല്ലാ റിസർച്ചുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റിസർച്ച് ടൈപ്പുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള കാര്യങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം റിസർച്ച് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റിസർച്ചിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ദ വേർഡ് റിസർച്ച് കംപ്രൈസ് ദ 2 വേർഡ്സ്. 2 വേർഡുകൾ ചേർന്നുകൊണ്ടാണ് റിസർച്ച് എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്നുള്ളൊരു വേർഡും അതുപോലെ തന്നെ സെർച്ച് എന്നുള്ള വേർഡും. ഓക്കെ, എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും, അല്ലേ? മീൻസ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്നുള്ളതാണ്. സെർച്ച് എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ പറ്റി, ഒരു വസ്തുവിനെ പറ്റി വീണ്ടും വീണ്ടും പഠനം നടത്തി കൂടുതൽ അറിവുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മുടെ ഒരു ഡെഫിനിഷൻ, റിസർച്ചിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? എ കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഓർ എൻക്വയറി എസ്പെഷ്യലി ടു സെർച്ച് ഫോർ ന്യൂ ഫാക്ട് ഇൻ എനി ബ്രാഞ്ച് ഓഫ് നോളജ്. ഏതൊരു ബ്രാഞ്ച് ഓഫ് നോളജിനെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യലി സെർച്ച് ഫോർ ന്യൂ ഫാക്ട്, പുതിയ ഫാക്റ്റുകളെ പറ്റി. അതിപ്പോൾ സയൻസ് ആവാം, സയൻസിലെ ഏത് ബ്രാഞ്ചിലാവാം, ബയോളജി ആവാം, കെമിസ്ട്രി ആവാം, കൊമേഴ്സ് ആവാം, മാത്സ് ആവാം, ഏത് ബ്രാഞ്ചിലുള്ള ഏത് നോളജിലുള്ള കാര്യങ്ങളെ പറ്റി പുതിയ അറിവുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും പുതിയ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുകയും അത് കളക്ട് ചെയ്യുകയും അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ ഇതിലൂടെയാണ്, റിസർച്ചിലൂടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഡെഫിനിഷൻ പറയുന്നത്. ഇനി ദ പ്രോസസ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ പറഞ്ഞു പുതിയ അറിവുകൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അന്വേഷണം ഉണ്ടാവണം, കൃത്യമായ അന്വേഷണം. എന്താണ്? എൻക്വയറി ഉണ്ടാവണം, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ അന്വേഷിക്കും തോറും മാത്രമേ നമുക്ക് പുതിയ അറിവുകൾ കിട്ടുള്ളൂ. ഇനി മെത്തേഡിക്കലി ആൻഡ് സിസ്റ്റമാറ്റിക്. ഇത് എങ്ങനെയാണ് റിസർച്ച് ചെയ്യാനായിട്ട്? നമുക്ക് റിസർച്ചിനെ പറ്റി കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിസർച്ച് ചെയ്യുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റിസർച്ച് ചെയ്യാനായിട്ട്. റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടോപ്പിക് കണ്ടുപിടിക്കണം, ആ ഏരിയ നമ്മൾ ഫിക്സ് ചെയ്യണം. അതിന് മുന്നേ നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യണം. മുന്നേ നടന്നിട്ടുള്ള പഠനങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ ഫീൽഡിൽ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നീട് എന്ത് ചെയ്യണം? ഹൈപ്പോത്തീസിസ് ക്രിയേറ്റ് ചെയ്യണം. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റഡ് ഗസ് ആണ് അബൌട്ട് ദ ആൻസർ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ചാപ്റ്ററിൽ വിശദമായിട്ട് പോകാം. പിന്നെ അതിനനുസരിച്ച് ക്വസ്റ്റ്യനെയർ, സാമ്പിളിങ്, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ്, അതിനെ എഡിറ്റിങ്, അങ്ങനെ പറഞ്ഞ് അവസാനം റിസർച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പിലൂടെയാണ് റിസർച്ച് എന്നുള്ള പ്രോസസ്സ് കടന്നു പോകുന്നത്. സോ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. പിന്നെ സോഴ്സ് ടു ഇൻക്രീസ് നോളജ്. ഈ റിസർച്ചിലൂടെയാണ് എല്ലാ അറിവുകളും, പുതിയ അറിവുകളും ഉണ്ടാവുന്നത്. എല്ലാ അന്വേഷണ, പരീക്ഷണ, നിരീക്ഷണങ്ങളിലൂടെയാണ് അറിവുകൾ ഉണ്ടാവുന്നത്. സോ റിസർച്ച് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻക്രീസിങ് നോളജ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് റിസർച്ചിനെ പറ്റി പറയാം. ഇനി തുടർന്ന് പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്? ഫൈൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ത്രൂ സയൻറ്റിഫിക്കൽ വേ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, ഇതിനെല്ലാം സൊല്യൂഷൻ കണ്ടെത്താനായിട്ടാണ് ഒരു സയൻറ്റിഫിക് വേ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് എ ന്യൂ കൺസെപ്റ്റ് ഓഫ് ഫിനോമിന. ഒരു പുതിയ ഫിനോമിന, ഒരു പുതിയ പ്രതിഭാസം അല്ലെങ്കിൽ പുതിയ ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിനെ പറ്റിയുള്ള അറിവ്, അതിനെ കൂടുതൽ പരിചയപ്പെടാൻ
നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു പുതിയ അസുഖം, ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞ പുതിയ അസുഖം വന്നു. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ അന്വേഷണ നിരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ പ്രശ്നങ്ങളും അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ള സൊല്യൂഷനും ഇതെല്ലാം കണ്ടെത്തുന്നത് റിസർച്ചിലൂടെയാണ്. ഓക്കെ, ഇനി ഡെവലപ്പ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു കൺസെപ്റ്റ് ഓർ ഫിനോമിന. അതുപോലെ തന്നെ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഫെമിലിയാരിറ്റി ഉണ്ടാക്കുന്നു, പുതിയ കാര്യങ്ങളെ പറ്റിയുള്ള ഫെമിലിയാരിറ്റി ഉണ്ടാക്കുന്നു. അതുപോലെ അതിൽ പുതിയ കൺസെപ്റ്റ്, പുതിയ ഇൻസൈറ്റ്, പുതിയ വീക്ഷണം, ആ ഒരു ഏരിയയിൽ ഒരു പുതിയ വീക്ഷണം അല്ലെങ്കിൽ പുതിയ ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ, ആ മേഖലയെ പറ്റിയുള്ള ഇൻസൈറ്റ് കൊടുക്കാനായിട്ട് റിസർച്ച് സഹായിക്കും. അത് ടെസ്റ്റ് ഹൈപ്പോത്തീസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തീസിസുകൾ ടെസ്റ്റ് ചെയ്യുന്നത് റിസർച്ചിലൂടെയാണ്. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റീസൺ ആണ്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൗട്ടിന് ഉത്തരം കണ്ടെത്താൻ എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉത്തരത്തെ പറ്റി നമുക്ക് മുന്നേ ഒരു ധാരണ ഉണ്ടായിരിക്കും, ഒരു കാൽക്കുലേറ്റഡ് ഗസ് ഉണ്ടായിരിക്കും, ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്നുള്ളത്. ആ കാൽക്കുലേറ്റഡ് ഗസ്സിനെയാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തീസിസ് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് റിസർച്ചിലൂടെ ചെയ്യുന്നത്. നമുക്ക് വിശദമായിട്ട് അതിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പിന്നെ സിന്തസൈസ് ഓർ റിവ്യൂ ദ എക്സിസ്റ്റിംഗ് പ്രോബ്ലം. ഇപ്പോൾ ഉള്ള നിലനിൽക്കുന്ന, എന്തിനു വേണ്ടിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? സൊല്യൂഷൻ കണ്ടെത്താൻ, ആ പ്രോബ്ലത്തിനെ മനസ്സിലാക്കാൻ, അതിനെ റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് റിസർച്ചിലൂടെ സാധിക്കും. ഇൻവെസ്റ്റിഗേറ്റിംഗ് എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഓർ സിറ്റുവേഷൻ. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രോബ്ലത്തിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് സഹായിക്കും. ക്രിയേറ്റ് ഓർ കൺസ്ട്രക്ട് എ ന്യൂ സിസ്റ്റം ഓർ പ്രൊസീജിയർ. പുതിയൊരു വേ, ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റം നിലവിൽ കൊണ്ടുവരാനായിട്ട് റിസർച്ചുകൾ നമ്മളെ സഹായിക്കും. അതുപോലെ ടു റിസോൾവ് ഓർ സ്റ്റഡി കോൺട്രഡിക്ഷൻ ഇൻ ആൻ ഏരിയ ഓഫ് സ്റ്റഡി. ഒരു ഏരിയ ഓഫ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ രണ്ട് അഭിപ്രായത്തിൽ ഏതാണ് ശരിയെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് ഏതിലൂടെ സാധിക്കുക? റിസർച്ചിലൂടെ അതിന് ശരി ഏതാണെന്ന് കണ്ടെത്തുക വഴിയാണ് ഈ തർക്കങ്ങൾ, ഈ കോൺട്രഡിക്ഷൻസ് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുക. ടു പ്രപ്പോസ് എ ന്യൂ തിയറി ഓഫ് ജനറേറ്റ് ന്യൂ നോളജ്. പുതിയ തിയറികൾ ഉണ്ടാക്കാൻ, എല്ലാ തിയറികളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് റിസർച്ചിലൂടെയാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും കൂടുതൽ കാര്യങ്ങളെപ്പറ്റി പഠനം, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക വഴി നമുക്ക് എന്ത് ചെയ്യാനും, പുതിയ തിയറികൾ ഉണ്ടാക്കാനും പുതിയ നോളജുകൾ സമൂഹത്തിന്, പബ്ലിക്കിന് കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് റിസർച്ചിനെ പറ്റി പറയാനുള്ളത് ബേസിക് ആയിട്ട്. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. എത്ര തരത്തിലുള്ള റിസർച്ചുകളുണ്ട്, പ്രധാനപ്പെട്ട റിസർച്ചുകൾ ഏതൊക്കെയാണ്, അത് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് പ്യുവർ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ തന്നെ 2 തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. അതാണ് ഡിസ്ക്രിപ്ഷൻ റിസർച്ചും എക്സ്പെരിമെൻ്റൽ റിസർച്ചും. എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. പിന്നെ 4ാമത്തെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആക്ഷൻ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അങ്ങനെ. പിന്നെ 5ാമത്തെ കമ്പാരിറ്റീവ് റിസർച്ച്, 6 എക്സ്പ്ലോറേറ്ററി റിസർച്ച്, 7 കൺസെപ്ച്വൽ ആൻഡ് എംപെരിക്കൽ റിസർച്ച്. ഓക്കെ, ഇതാണ് 7 പ്രധാനപ്പെട്ട റിസർച്ചുകൾ. നമുക്ക് ഇവ ഓരോന്ന് എന്താണെന്ന് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഈ റിസർച്ച് ടൈപ്പുകളെ പറ്റിയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. പരീക്ഷയെ ഈ റിസർച്ച് ടൈപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ റിസർച്ച്, ബേസിക് റിസർച്ച്. എന്താ ബേസിക് റിസർച്ച്? ബേസിക് റിസർച്ചിന് പല പേരുകളുണ്ട്. എന്തൊക്കെയാണ് പേര്? ഒന്ന് പ്യുവർ റിസർച്ച് എന്നറിയപ്പെടും, ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നറിയപ്പെടും, കൺസെപ്ച്വൽ റിസർച്ച് എന്നറിയപ്പെടും, ബേസിക് റിസർച്ച് എന്നറിയപ്പെടും. അങ്ങനെ 4 പേരിലും എന്തറിയാം? ബേസിക് റിസർച്ച് അറിയപ്പെടും. സോ ഈ ഏത് ഒരു പേര് കേട്ടാലും അത് മീൻ ചെയ്യുന്നത് ബേസിക് റിസർച്ച് ആണെന്ന് മനസ്സിലാക്കണം. എന്താണ് ബേസിക് റിസർച്ച്? ആൻസർ ടു ഹൗ, വെൻ ആൻഡ് വാട്ട്. ഈ 3 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുകയാണ് ബേസിക് റിസർച്ചിൻ്റെ ചുമതല. എന്താണ്? എങ്ങനെ, എപ്പോൾ, എന്ത് എന്നുള്ള ചോദ്യങ്ങൾ. അതെങ്ങനെയാണെന്ന് പറയാം. അഡ്വാൻസ്മെന്റ് ഓഫ് എ തിയറി. ഒരു തിയറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചുകളെ ബേസിക് റിസർച്ച് എന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പാൻസ് ദ നോളജ് ഓഫ് ദ പ്രോസസ് ഓഫ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്. ബിസിനസ്സിലും മാനേജ്മെന്റിലുള്ള നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. റിസൾട്ട് ഇൻ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. ഇവിടെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ചുകൾ ബിസിനസ് റിസർച്ച് ആണ്. ഈ വേർഡ്സ് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ എന്താണ്? പ്യുവർ റിസർച്ച് സെർവ് ആസ് എ ഫണ്ടമെന്റൽ ഓഫ് അപ്ലൈഡ് റിസർച്ച്. നമ്മളൊരു തിയറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ
ആ തിയറി ക്രിയേറ്റ് ചെയ്യുന്ന റിസർച്ചിനെ നമ്മൾ എന്ത് പറയും? ബേസിക് റിസർച്ച് എന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എന്താ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് അപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമം അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് എല്ലായിടത്തും ഗ്ലോബലി എന്താണ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. ആ ലോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തുണ്ടായിരിക്കും? പല തിയറീസ് അതിനെപ്പറ്റി അദ്ദേഹം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ തിയറീസ് എല്ലാം എന്താണ്? ബേസിക് റിസർച്ച് എന്നാണ് അറിയപ്പെടുക. കാരണം ഈ ബേസിക് റിസർച്ച് വെച്ചുകൊണ്ടാണ് അപ്ലൈഡ് റിസർച്ച് ഉണ്ടാവുക. എന്താണ് അപ്ലൈഡ് റിസർച്ച് എന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, തിയറി. ബേസിക് റിസർച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് തിയറീസ്. രണ്ട്, ബേസിക് റിസർച്ച് യൂസ്ഡ് ടു മേക്ക് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ബേസിക് റിസർച്ച് ഓൾസോ നോൺ ആസ് പ്യുവർ റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച്, കൺസെപ്ച്വൽ റിസർച്ച്. ഈ മൂന്ന് കാര്യങ്ങൾ ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേർഡ്സ് ആണ്. തിയറി, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ, ഹൗ, വെൻ, വാട്ട്, അതുപോലെ തന്നെ ഈ മൂന്ന് അവയുടെ മറ്റു പേരുകളും. ഇതെല്ലാം വരികയാണെങ്കിൽ അവിടെ ബേസിക് റിസർച്ച് ആണ് വരുന്നത്. സോ ബേസിക്കലി ബേസിക് റിസർച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ന്യൂ തിയറീസ്. ഓക്കെ, ഇനി നോക്കാം അടുത്ത റിസർച്ച് എന്താണ്? അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്ലൈഡ് റിസർച്ച് പേരിൽ തന്നെ നമുക്ക് കാണാം അപ്ലൈ ചെയ്യാണ്. എന്താണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ദ റിസർച്ച് ഈസ് യൂസ്ഡ് ടു സോൾവ് സ്പെസിഫിക് പ്രോബ്ലം. അതായത് ഒരു സൊസൈറ്റിയിൽ നേരിടുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ റിസർച്ചിനെ നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയും. ഇനി എന്താ പറയുന്നത്? അപ്ലൈഡ് റിസർച്ച് ഈസ് മോർ ഗ്ലോറിഫൈഡ് ഫോം ഓഫ് റിസർച്ച്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊക്കെ റിസർച്ച് ചെയ്യുന്നത്? നമുക്ക് സൊല്യൂഷൻ കിട്ടാനാണ്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, സൊസൈറ്റിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഗുണം ചെയ്യുന്നത് ഏതാണ്? അപ്ലൈഡ് റിസർച്ച് ആണ്. ബൈ ത്രൂ സോൾവിങ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദ സൊസൈറ്റി. സോ അതുകൊണ്ട് എന്താണ് അപ്ലൈഡ് റിസർച്ച് ഈസ് മോർ ഗ്ലോറിഫൈഡ് ഫ്രം ഫോം ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പ്രോബ്ലം. എല്ലാ റിസർച്ച് പോലെ തന്നെ ഒരു പ്രോബ്ലത്തിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ആ പ്രോബ്ലത്തെ പറ്റിയുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, ആ പ്രോബ്ലത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇൻ ദിസ് റിസർച്ച് ഫണ്ടമെന്റൽസ് ദാറ്റ് ആർ ഫൗണ്ട് ഔട്ട് ഓഫ് പ്യുവർ റിസർച്ച് ആർ അപ്ലൈഡ് ടു പ്രൊഡ്യൂസ് സം എൻഡ് പ്രൊഡക്റ്റ്. ഇൻ ബ്രീഫ് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് തിയറി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്താണ് നമ്മൾ പറഞ്ഞു? അപ്ലൈ റിസർച്ച് എന്തോ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് തിയറി. ആപ്ലിക്കേഷൻ ഓഫ് തിയറി. തിയറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ബേസിക് റിസർച്ചിലൂടെയാണ് തിയറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ബേസിക് റിസർച്ചിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട തിയറീസ് ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ബേസിക് റിസർച്ചിലെ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തിയറീസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അത്തരം റിസർച്ചുകളെ നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നു. ഇവിടെ അപ്ലൈ ചെയ്യുന്നത് തിയറീസ് ആണ്. തിയറീസ് ദാറ്റ് ക്രിയേറ്റഡ് ത്രൂ ദ ബേസിക് റിസർച്ച്. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്സ് കൂടിയാണ് അപ്ലിക്കേഷൻ. അപ്പോൾ ഈ ബേസിക്കും അപ്ലൈഡും എപ്പോഴും കണക്റ്റഡ് ആണ്. അത് ഓർത്ത് വെക്കുക. അതിൻ്റെ പ്രത്യേകതകൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേർഡ് എന്താണ്? സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം എന്നുള്ളതും പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് തിയറി ടു ഫൈൻഡ് ഔട്ട് ദ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം എന്നുള്ളതും, അതുപോലെ തന്നെ ഇൻ ദ റിസർച്ച് ഫണ്ടമെന്റൽ ദാറ്റ് ആർ ഫൗണ്ട് ഔട്ട് ഇൻ പ്യുവർ റിസർച്ച്. പ്യുവർ റിസർച്ചിൽ ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ ഈ രണ്ട് റിസർച്ചുകളാണ് പ്രധാനമായിട്ട് എല്ലാ പരീക്ഷയിലും ചോദിച്ചു വരുന്നത്. സോ അതിനെപ്പറ്റിയുള്ള നിങ്ങൾക്കൊരു ക്ലിയർ വ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ റിസർച്ച് നോക്കാം. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ പറഞ്ഞു അതിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് വേർഡ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത്? ക്വാണ്ടിഫയബിൾ ആണ്. അതായത് നമുക്ക് അളക്കാൻ സാധിക്കുന്നതെല്ലാം എന്താണ്? ക്വാണ്ടിഫയബിൾ ആണ്.
അതുമായി റിലേറ്റ് ചെയ്യപ്പെട്ട റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ അളക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ വെയ്റ്റ്സ് ആവാം, ഹൈറ്റ് ആവാം, അങ്ങനെ നമുക്ക് നമ്പർ വാല്യൂ കൊടുക്കാൻ പറ്റുന്ന എന്തും ക്വാണ്ടിഫയബിൾ ആണ്. സോ ഇവിടെ നോക്കി, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ദ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ഒബ്സർവബിൾ ഇവൻറ്റ്. ഒരു ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റ്, അതിനെപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. വൈ സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ ഓർ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ സ്റ്റാറ്റി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ നമ്പേഴ്സ് വേണം. നമ്പേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ ഡാറ്റ എന്തായിരിക്കണം? ക്വാണ്ടിഫയബിൾ ആവണം, അളക്കാൻ സാധിക്കുന്നതായിരിക്കണം. അങ്ങനെ അളക്കാൻ സാധിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ഈ പറയുന്ന കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇവൻറ്റിനെ ഒബ്സർവ് ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്ന റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. It is a research which can be represented or described according to some numerical system. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ പെടുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നമ്പേഴ്സ് വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ്, അത് വെച്ചുകൊണ്ടുള്ള റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്, രണ്ട് ടൈപ്പാണ് അതിൽ വരുന്നത്. എക്സ്പെരിമെൻ്റലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആർ ദ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന രണ്ട് ടൈപ്പാണ്, എക്സ്പെരിമെൻ്റലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവും. സോ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോവാം. ഇറ്റ് എയിംസ് ടു ക്ലാസിഫൈ, കൗണ്ട് ഫീച്ചേഴ്സ്, കൺസ്ട്രക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹാപ്പനിങ്. സോ നമ്മൾ പറഞ്ഞു റിസർച്ച് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനാണ്. സോ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും. ആ ഡാറ്റാസ് ക്വാണ്ടിഫയബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുക ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. സോ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അത് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. നമുക്കറിയാം ഡയഗ്രാംസ്, ചാർട്ട്സ്, ഓക്കെ, അതുപോലെ തന്നെ മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പെർഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡാറ്റാനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അത് പിന്നെന്താണ്? ഡാറ്റ ഇൻ ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന ഡാറ്റാസ് എല്ലാം നമ്പേഴ്സുമായി റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും, നമ്പേഴ്സ് തന്നെയായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോമിലായിരിക്കും. ഇനി റിസർച്ചേഴ്സ് യൂസ് ടൂൾസ് സച്ച് ആസ് ക്വസ്റ്റിനേഴ്സ്. ഇത് ക്വസ്റ്റിനേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിൽ നിന്ന് നമുക്ക് ഡാറ്റ, റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റിനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, ന്യൂമറിക്കൽ ഡാറ്റ ഈ മെത്തേഡിൽ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ എന്താണ്? സാമ്പിൾ സൈസ് ഈസ് സ്മോൾ, സാമ്പിൾ സൈസ് കുറവായിരിക്കും. ഇറ്റ് ഈസ് യൂസ് ടു ഡെവലപ്പ് ഹൈപ്പോത്തീസിസ്. ഇത് ഹൈപ്പോത്തീസിസ് ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് എന്ത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താ നോക്കാം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ ക്വാണ്ടിഫയബിൾ ആവണം. അങ്ങനെ അളക്കാൻ സാധിക്കാത്ത ഡാറ്റ, നമ്പറുകൾ വഴി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ ആണെങ്കിൽ, അത് വെച്ചുകൊണ്ടുള്ള റിസർച്ച് ആണെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. ഇപ്പോൾ നമ്മൾ പറയാം, നമ്മുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റിനോടുള്ള ഇമോഷൻ, ഇതൊക്കെ നമുക്ക് നമ്പേഴ്സ് വഴി അളക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അത്തരം ഡാറ്റാസ്, അതെല്ലാം ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ആണ്. അതുകൊണ്ട് അത്തരം ഡാറ്റ വെച്ചുകൊണ്ടുള്ള റിസർച്ചുകളെ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നാണ് പറയുക. റിസർച്ചേഴ്സ് ഇൻറ്റൻഡ് ടു സ്റ്റഡി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫിനോമിന. അൺലൈക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, നോ ന്യൂമറിക്കൽ മെഷേഴ്സ്. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ന്യൂമറിക്കൽ മെഷേഴ്സ് ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഇറ്റ് ഈസ് യൂസ് ഇൻഡെപ്ത് അനാലിസിസ്. ഇതിൽ ഇൻഡെപ്ത് അനാലിസിസ് ആണ്. കാരണം നമ്പർ കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സാമ്പിളിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ പോപ്പുലേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി അവരുടെ അവരുടെ എന്താണ് ഡാറ്റ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവരുടെ പെർസെപ്ഷൻ, അവരുടെ വ്യൂ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലത്തിനോടുള്ള അപ്രോച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും ബൈ ടേക്കിംഗ് കേസ് സ്റ്റഡീസ് ഓർ ഇവൻറ്റ്സ്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എടുത്തുകൊണ്ട്, ഒരു ഫിനോമിന എടുത്തുകൊണ്ട് അതിനെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ്
ഡെവലപ്പിംഗ് ഹൈപ്പോത്തീസിസ്. ഇതിൽ ഇൻവെസ്റ്റിഗേഷനോ ഹൈപ്പോത്തീസിസ് ഡെവലപ്മെൻറ്റോ പ്രാധാന്യം കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂമറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു ആക്ച്വൽ റിസൾട്ട് പറയാനോ അല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ക്വാണ്ടിഫയബിൾ അല്ല ഡാറ്റ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടും നമുക്ക് ക്വാണ്ടിഫയബിൾ അല്ല, അളക്കാൻ സാധിക്കുന്നതോ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതോ അല്ല. സോ അതിനുള്ള പ്രാധാന്യം കുറവാണ്, ഇല്ല എന്നല്ല, അതിനുള്ള പ്രാധാന്യം കുറവാണ് കമ്പയറിങ് ടു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ പെർസെപ്ഷൻ ഇൻ ദിസ് റിസർച്ച് ഈസ് എംഫസൈസ് ഓൺ ഡിസ്കവറി റാദർ ദാൻ പ്രൂഫ്. പ്രൂഫിനേക്കാളും, പ്രൂഫ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ നമുക്ക് ഒരു പബ്ലിക്കിലേക്ക് നമുക്ക് അവരുടെ ഇമോഷനെ പറ്റിയുള്ള റിസർച്ച് നടത്തുകയാണെങ്കിൽ ആ ഇമോഷനെ പറ്റി ഒരു പ്രൂഫ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സാധിക്കില്ല. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ ഇമോഷൻ ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകത. ക്വാണ്ടിറ്റേറ്റീവിനേക്കാൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമോ ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല, ക്വാണ്ടിഫയബിൾ അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രൂഫ് നൽകാനും സാധിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാനേ സാധിക്കുള്ളൂ? ഡിസ്കവർ ചെയ്യാനേ സാധിക്കൂ. അങ്ങനെ ഒരു വികാരമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ. ആക്ഷൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആർ മേജർ എക്സാമ്പിൾ ഓഫ് റിസർച്ച്. ആക്ഷൻ റിസർച്ച് ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആയിക്കോട്ടെ, ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഭാഗമാണ്. ദിസ് റിസർച്ച് ഈസ് ദാൻ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഫിനോമിന. സോ നമ്മൾ എവിടെയെങ്കിലും ഇൻഡെപ്ത് അനാലിസിസ് അല്ലെങ്കിൽ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ ചോദ്യത്തിൽ വരികയാണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ പറ്റിയാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ശരി, ഇനി അടുത്ത ടൈപ്പ് ഓഫ് റിസർച്ച് കമ്പാരിറ്റീവ് റിസർച്ച് ആണ്. കമ്പാരിറ്റീവ് റിസർച്ച് പേരിൽ പോലെ തന്നെ കമ്പയർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ദിസ് റിസർച്ച് ഡീൽസ് വിത്ത് ദ കമ്പാരിസൺ ഓഫ് സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ് അണ്ടർ സെയിം ഓഫ് വേരിയിങ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ രണ്ട് ഡാറ്റേനെ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. അത് ആ ഡാറ്റാസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ആ ഡാറ്റാസ് തമ്മിലുള്ള ഡിഫറൻസസ് പല സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡിങ് ദ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ നിയർ ബൈ വില്ലേജ്. അപ്പോൾ രണ്ട് വില്ലേജിലുള്ള ആളുകൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഏത് വില്ലേജിലാണ് കൂടുതൽ ഹെൽത്ത് ഉള്ളത്, ഏത് വില്ലേജിലാണ് കുറവുള്ളത്, എന്തൊക്കെയാണ് അവരുടെ സിമിലാരിറ്റീസ്, എന്തൊക്കെയാണ് അവരുടെ ഡിഫറൻസസ്, അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ് റിസർച്ച് ആണ്. ഇനി അടുത്തത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയാത്തൊരു ഫീൽഡിനെ പറ്റി നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ റിസർച്ചുകളെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നാണ്. അപ്പോൾ നമ്മളൊരു പുതിയ നക്ഷത്രം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? റിസർച്ച് നടത്തിയ പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ്. കാരണം നമുക്ക് മുന്നേ അതിനെപ്പറ്റി ഒരു അറിവുമില്ല, നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ അത് എക്സ്പ്ലോറേറ്ററി റിസർച്ചായി മാറും. ഇവിടെ നോക്കാം. ഇറ്റ് ഈസ് കണ്ടക്ട് ഫോർ ദ പ്രോബ്ലം ദാറ്റ് ഹാസ് നോട്ട് ബീൻ സ്റ്റഡീഡ് മോർ ക്ലിയർലി. മുന്നേ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടില്ലാത്ത, കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഏരിയസിലാണ് പഠനം നടത്തുന്നത്. ദാറ്റ് ആർ നോട്ട് പ്രീവിയസ്ലി ബീൻ സ്റ്റഡീഡ്. മുന്നേ പഠനങ്ങൾ നടത്താത്ത ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പഠനങ്ങൾ നടത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. ടെക്നീക്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് റിവ്യൂ ഓഫ് അവൈലബിൾ ഡാറ്റ. ഇപ്പോൾ താൽക്കാലികമായിട്ട് അതിനെപ്പറ്റി എന്താണോ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, ഫോക്കസ് ഗ്രൂപ്പ്, കേസ് സ്റ്റഡീസ്, പൈലറ്റ് സ്റ്റഡീസ് ഇതെല്ലാം നടത്തിക്കൊണ്ട് നമുക്ക് ആ പുതിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ വികസിപ്പിക്കുന്നു. പർപ്പസ് ഓഫ് ദിസ് ഡിഫൈൻ ടേം ഗെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ടു ക്ലാരിഫൈ ദ പ്രോബ്ലം, ഡെവലപ്പ് ഹൈപ്പോത്തീസിസ് ആൻഡ് ഡെവലപ്പ് പ്രോബ്ലം ടു ബി ആൻസേഴ്സ്. സോ നമുക്ക് പുതിയൊരു മേഖലയാണ്, ഒട്ടും അറിവില്ല. സോ നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഹൈപ്പോത്തീസിസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ഇത് സഹായിക്കും. ഈ റിസർച്ച് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സുകളെ പറ്റി പറയുമ്പോൾ നമ്മുടെ CCയിൽ നെറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് JRF ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം ഇപ്പോൾ നമ്മുടെ ജനറൽ പേപ്പറിനായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കൊമേഴ്സ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപനം അയക്കുന്ന കോഴ്സുകൾ CCയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പരീക്ഷയ്ക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വളരെ വേഗതയിൽ പഠിച്ചു പോകാൻ നമ്മളെല്ലാവരും നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്. അപ്പോൾ പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുക, നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സുകളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനായിട്ട്
നമ്മുടെ ഈ നമ്പറിൽ ഇവിടെ താഴെ കാണുന്ന നമ്പർ 9778826292 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോവാം. ഇവിടെ ഏഴാമത്തെ അവസാനത്തെ റിസർച്ചാണ് കൺസെപ്ച്വൽ ആൻഡ് എംപെരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് കൺസെപ്ച്വൽ റിസർച്ച്? അതായത് മെത്തേഡ് വേർ റിസർച്ച് ഇൻ കണ്ടക്റ്റഡ് അനലൈസിങ് ആൻഡ് ഒബ്സർവിങ് ഓൾറെഡി പ്രസന്റ് ഇൻഫോർമേഷൻ. നമ്മുടെ മുന്നിലുള്ള ഓൾറെഡി ഉള്ള പ്രസന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അനലൈസ് ചെയ്തുകൊണ്ട് പുതിയ തിയറീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഡെവലപ്പ് ന്യൂ തിയറീസ് ഓർ ഇന്റർപ്രറ്റ് എക്സിസ്റ്റിംഗ് തിയറീസ് ഇൻ ദ ഡിഫറെൻറ്റ് ലൈറ്റ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി, ആ തിയറിയിൽ നിന്ന് അതിനെ വേറെ രീതിയിൽ വീക്ഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മറ്റൊരു തിയറി ക്രിയേറ്റ് ചെയ്യുന്ന വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ചാണ് കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് എന്താണ്, നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഐഡിയ, ആ ഐഡിയയിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് മറ്റൊരു മേഖലയിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഐഡിയനെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചാണ് കൺസെപ്ച്വൽ. അതുപോലെ തന്നെ എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പീരിയൻസ് ഓർ ഇൻവോൾവ്സ് ഒബ്സർവേഷൻ അലോട്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഡാറ്റയെ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ മാത്രം ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മുടെ റിസർച്ച് നടത്തുകയാണെങ്കിൽ അത് എംപിരിക്കൽ റിസർച്ചാണ്. വിത്തൗട്ട് സിസ്റ്റം ഓർ തിയറികളോ മുന്നുള്ള തിയറീസോ സിസ്റ്റംസോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഇത് വെച്ചുകൊണ്ട് മാത്രം ഡാറ്റ കളക്ട് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അത് എംപിരിക്കൽ റിസർച്ചിൻ്റെ ഭാഗമാണ്. ഓക്കെ, ചില ചോദ്യങ്ങളോട് ആൻസർ ചെയ്തിട്ട് നമുക്ക് വേഗം പോവാം. ഒന്നാമത്തെ, ഓൺ ദി ബേസിസ് ഓഫ് ഇൻഫർമേഷൻ സോട്ട് ദർ ആർ 2 ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ആർ. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഇൻഫോർമേഷനെ അനുസരിച്ച് 2 ടൈപ്പ് റിസർച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് 2 തരത്തിലാണുള്ളത്. ഒന്ന് ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ല ഡാറ്റ, ക്വാണ്ടിഫയബിൾ അല്ലാത്ത ഡാറ്റ, അതായത് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. അപ്പോൾ അത് വരുന്നത് ഏതാണെന്ന് നോക്കാം. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഡയറക്റ്റഡ് ടുവേർഡ്സ് ഗ്രേറ്റർ നോളജ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് എ ഫിനോമിന. അപ്പോൾ ഒരു ഫിനോമിനയുടെ ഫണ്ടമെന്റൽ ആസ്പെക്റ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ബേസിക് റിസർച്ച് ആണ്. കണ്ടില്ലേ ആ വേർഡ് വന്നത്, ഫണ്ടമെന്റൽ ആസ്പെക്ട്. അപ്പോൾ ചോദ്യത്തിൽ ആ വേർഡുകൾ ശ്രദ്ധിക്കുക. ഇനി വിച്ച് റിസർച്ച് റെഫേഴ്സ് ടു സയന്റിഫിക് സ്റ്റഡി ആൻഡ് റിസർച്ച് ദാറ്റ് സീക്സ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലം. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഏത് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ടാണ്? അത് അപ്ലൈഡ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് അണ്ടർടേക്കൺ ടു പ്രൊവൈഡ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ഓഫ് ഹൂ, വാട്ട്, വേർ, വെൻ ആൻഡ് ഹൗ, ബട്ട് നോട്ട് വൈ. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാതെ മറ്റ് ക്വസ്റ്റ്യൻസിനെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന റിസർച്ച് ഏതെന്നുള്ളതാണ് അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ഇനി അഞ്ചാമത്തെ, ദ പർപ്പസ് ഓഫ് വിച്ച് ദ ഫോളോയിങ് റിസർച്ച് ഈസ് ടു ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ ക്ലിയർ ഓർ പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം റാദർ ദാൻ ഇൻ പ്രൊവൈഡിങ് എ ഡിഫിനിറ്റ് ആൻസർ. അതേതാണ്? അത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ നെറ്റ് എക്സാം നമുക്കറിയാം ജനുവരിയിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. ഇനി ഏകദേശം 1 മാസമേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ ചിലർ നമുക്ക് സമയമില്ല എന്നുള്ളത് കൊണ്ട്, 1 മാസമേ സമയമുള്ളൂ എന്നുകൊണ്ട് ചിലർ ഈ പരീക്ഷ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എഴുതാത്തവരുണ്ടാവും. അപ്പോൾ എഴുതാതിരിക്കരുത് ഒരിക്കലും. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണ് പരീക്ഷ. അപ്പോൾ നമ്മുടെ CCL നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 6 മന്തിനുള്ള ഒരു കോഴ്സാണ്. അതായത് നമ്മുടെ ജൂൺ മാസത്തിലുള്ള നെറ്റ് എക്സാമിന് 2025 നെറ്റ് എക്സാമിനുള്ള കോഴ്സാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 2 അറ്റംപ്റ്റിനുള്ള കോച്ചിങ് കിട്ടാണ്. അതായത് ജനുവരിയിൽ നടക്കാൻ പോകുന്ന അറ്റംപ്റ്റിനും അതുപോലെ തന്നെ ജൂണിലുള്ള അറ്റംപ്റ്റിനുള്ള മെറ്റീരിയൽസും ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാണ്. അതൊരു ഗോൾഡൻ ഓഫറാണ് നിങ്ങൾക്ക്. സോ ഈ കോഴ്സിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് ഈ നമ്പർ 9778826292 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ വളരെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ. നമ്മുടെ കോഴ്സിനെ പറ്റി അറിയുക, ജോയിൻ ചെയ്യുക, പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. പരീക്ഷയ്ക്ക് അധികം സമയമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്